ഏവർക്കും നമസ്കാരം. ഇന്ന് നാം നോക്കുന്നത് കേരള നവോത്ഥാന നായകനായ മഹാത്മാ ശ്രീ അയ്യൻകാളിയെക്കുറിച്ചാണ്. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീ മഹാത്മാ അയ്യൻകാളി. 1863 ആഗസ്റ്റ് 28 തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ്റെ പേര് അയ്യൻ എന്നായിരുന്നു. അമ്മയുടെ പേര് മാല. ഭാര്യയുടെ പേര് ചെല്ലമ്മ. ഇളയ ജാതിയിൽ ജനിച്ച അയ്യൻകാളി ജാതീയമായ നിരവധി അവഹേളനകൾ സഹിക്കേണ്ടി വന്നു. 1893 ജന്മത്വത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി അയ്യൻകാളി നടത്തിയ പ്രതീകാത്മക സമരമായിരുന്നു വില്ലുവണ്ടി സമരം. സവർണർക്ക് മാത്രമേ അക്കാലത്ത് വില്ലുവണ്ടിയിൽ സഞ്ചരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഈ അനീതിക്കെതിരെ അയ്യൻകാളി വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു. അധസ്ഥിത കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, കർഷക തൊഴിലാളികളുടെ വേതന വർധനവ്, ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു 1905 പ്രഥമ കർഷക സമരം. 1907 തിരുവിതാംകൂർ സർക്കാർ ദളിതർക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ സർക്കാർ സർവീസിലെ ജാതി ഹിന്ദുക്കൾ 1910 വരെ പ്രസ്തുത ഉത്തരവ് പൂഴ്ത്തിവെക്കുകയും അധസ്ഥിതരുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുകയും ചെയ്തു. അയ്യൻകാളിയും സംഘവും പ്രക്ഷോഭം തുടർന്നു. 1898-99 കാലഘട്ടങ്ങളിൽ ബാലരാമപുരം, കഴക്കൂട്ടം, കണിയാപുരം എന്നീ പ്രദേശങ്ങളിൽ മാടമ്പികളുമായി ഏറ്റുമുട്ടലുകളുണ്ടായി. 1907 ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ കാർഷിക പണിമുടക്കം നടത്തി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ ഈ സമരം പിന്നാക്ക സമുദായങ്ങളിൽ വലിയ ആവേശമുണർത്തി. പ്രശ്നപരിഹാരത്തിനായി കുണ്ടള നാഗപ്പൻ പിള്ളയെ ഗവൺമെൻറ് നിയോഗിച്ചു. അധസ്ഥിത വിഭാഗങ്ങൾക്കും സ്കൂൾ പ്രവേശനം നൽകണമെന്ന മധ്യസ്ഥൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് 1 വർഷം നീണ്ടുനിന്ന പുലയരുടെ കർഷക സമരം അവസാനിച്ചു. കൊല്ലവർഷം 1090 നടന്ന ലഹളയായതുകൊണ്ട് ഇതിനെ 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു. നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് നെടുമങ്ങാട് പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. 1912 തൻ്റെ അനുയായികളുമൊന്നിച്ച് അയ്യൻകാളി ചന്തയിൽ പ്രവേശിച്ചു. ഉടൻ തന്നെ ചന്തയിലെ ആളുകൾ ആക്രമണം ആരംഭിച്ചു. കളരി അഭ്യാസിയായ അയ്യൻകാളി അക്രമത്തെ ശക്തമായി നേരിട്ടു. പിന്നീട് നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിതർക്ക് തടസ്സങ്ങൾ കൂടാതെ പ്രവേശനം അനുവദിച്ചു. 1915 ചരിത്രപ്രസിദ്ധമായ കൊല്ലം പേരിനാട് കലാപം അരങ്ങേറി. അയിത്തജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. മേൽവസ്ത്രത്തിനു പകരം അപരിഷ്കൃതമായ കല്ലയും മാലയുമായിരുന്നു അവർ ധരിച്ചിരുന്നത്. കല്ലയും മാലയും ഉപേക്ഷിച്ച് മാന്യമായി മേൽവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി 1915 ഒക്ടോബർ 24 കൊല്ലം ജില്ലയിലെ പേരിനാട് എന്ന സ്ഥലത്ത് അയ്യൻകാളി വമ്പിച്ചൊരു സമ്മേളനം വിളിച്ചു ചേർത്തു. സമ്മേളനത്തിന് നേരെ സവർണർ അക്രമം അഴിച്ചുവിട്ടു. അയിത്തജാതിക്കാർ നാടും വീടും വിട്ട് കൂട്ടത്തോടെ പലായനം ചെയ്തു. അയ്യൻകാളി അചഞ്ചലനായി സമരരംഗത്ത് നിന്നു. 1915 ഡിസംബർ 19 കൊല്ലത്ത് അയ്യൻകാളി വീണ്ടും ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും സമ്മേളനത്തിൽ വച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ അവർ അണിഞ്ഞിരുന്ന പ്രാകൃതമായ കല്ലയും മാലയും പൊട്ടിച്ചു കളയുകയും മേൽവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. 1914 വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രസ്തുത ഉത്തരവിൻ്റെ പിൻബലത്തിൽ തെന്നൂർക്കോണത്ത് പൂജാരി അയ്യൻ എന്ന ആളുടെ 8 വയസ്സുള്ള മകൾ പഞ്ചമിയെയും കൂട്ടി അയ്യൻകാളിയും സംഘവും നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂട്ടമ്പലം പെൺപള്ളിക്കൂടത്തിലെത്തി.
അധ്യാപകന്റെ തടസ്സത്തെ വകവയ്ക്കാതെ അദ്ദേഹം പഞ്ചമിയെ പള്ളിക്കൂടത്തിനുള്ളിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തി. പഞ്ചമി എന്ന പുലയ പെൺകുട്ടി തൊട്ട ഊരൂട്ടമ്പലം പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ തീവെച്ച് നശിപ്പിച്ചുകൊണ്ടാണ് സവർണർ അതിനോട് പ്രതികരിച്ചത്. 1914 വെങ്ങാനൂർ പുതുവൽവിളാകത്ത് മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 1898 സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ആദ്യത്തെ സായുധ കലാപമാണ് ആറാലമ്മൂട് ലഹള എന്നറിയപ്പെടുന്നത്. ബാലരാമപുരത്ത് 1893 വഴിനടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരമാണ് ചാലിയൻ തെരുവ് ലഹള. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീ മഹാത്മാ അയ്യങ്കാളി. സമുദായ അംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമായി അയ്യങ്കാളി വെങ്ങാനൂരിൽ ഒരു സമുദായ കോടതി സ്ഥാപിച്ചു. അയ്യങ്കാളി തന്നെയായിരുന്നു മുഖ്യ ന്യായാധിപൻ. ദളിതരുടെ ഉദ്യോഗപ്രവേശനം ഉൾപ്പെടെയുള്ള അവകാശങ്ങളെ സംബന്ധിക്കുന്ന നിരവധി നിവേദനങ്ങൾ ഇക്കാലത്ത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ സമർപ്പിക്കുകയുണ്ടായി. തൽഫലമായി അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ 11 പേരെ ആദ്യമായി സർക്കാർ സർവീസിൽ പ്രവേശിപ്പിച്ചു. കേശവൻ റൈറ്റർ, വി.ജെ. തോമസ് വാദ്യാർ തുടങ്ങിയ നേതാക്കൾ അയ്യങ്കാളിയോടൊപ്പം സാമൂഹ്യ നീതിക്കു വേണ്ടിയുള്ള അധസ്ഥിതരുടെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. 1924 ഇദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 1936 ക്ഷേത്രപ്രവേശനത്തിന് പിന്നാലെ 1937 ഗാന്ധിജി വെങ്ങാനൂരിലെത്തി അയ്യൻകാളിയെ സന്ദർശിച്ചു. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. സമത്വം, ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, നീതി എന്നീ ആശയങ്ങൾക്ക് തൻ്റെ ചിന്തയിൽ മുഖ്യസ്ഥാനം നൽകിയിരുന്നു അദ്ദേഹം. ജാതി മത വ്യത്യാസങ്ങൾക്കതീതമായി അധസ്ഥിതർ സ്വത്വബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണമെന്നതായിരുന്നു അയ്യങ്കാളിയുടെ മതം. അധസ്ഥിത ജനവിഭാഗങ്ങളെ സംഘശക്തിയുടെ അനിവാര്യത ബോധ്യപ്പെടുത്തിയ അയ്യങ്കാളി എന്ന സാമൂഹ്യ വിപ്ലവകാരി 1941 ജൂൺ 18 അന്തരിച്ചു. 1980 നവംബർ 10 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അയ്യൻകാളിയുടെ പൂർണ്ണമായ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തു. 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്നാക്കിയ വർഷം. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങൾ നോക്കാം. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു. കേരള സ്പാർട്ടക്കസ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നു. ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന അയ്യങ്കാളി സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നീ വിശേഷണങ്ങൾ മഹാത്മാ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1911 ഡിസംബർ 5 മഹാത്മാ അയ്യൻകാളിയെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ മെമ്പറായി നോമിനേറ്റ് ചെയ്തു. 1912 ഫെബ്രുവരി 27 കൂടിയ ശ്രീമൂലം പ്രജാസഭയിൽ 8ാമത് യോഗത്തിൽ മഹാത്മാ അയ്യങ്കാളി പങ്കെടുത്ത് സംസാരിച്ചു. അയ്യൻകാളിയെ അധസ്ഥിതരുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി THP ചന്ദരശ്ശേരി. ദളിത് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുകൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. നിരക്ഷരനായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് അറിയപ്പെടുന്നു. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച ഹോസ്റ്റലിൽ നിന്ന് വിദ്യാഭ്യസിച്ച പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് KR നാരായണൻ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് SNDPയുടെ മാതൃകയിലായിരുന്നു.
സാധുജന പരിപാലനി പ്രസിദ്ധീകരിച്ചത് സുദർശന പ്രസ് ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രമായി കണക്കാക്കുന്നത് സാധുജന പരിപാലനിയെയാണ്. അയ്യങ്കാളി സ്ഥാപിച്ച പുലയ മഹാസഭ പിന്നീട് സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ ലയിച്ചു. 1942 ലയനം. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂരിലാണ്. അയ്യങ്കാളി പ്രതിമ നിർമ്മിച്ചത് ഇസ്ര ഡേവിഡ്. സ്ഥലം വെള്ളയമ്പലം, തിരുവനന്തപുരം. 2002 ആഗസ്റ്റ് 12 അയ്യങ്കാളിയെ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ടു. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളി.